ഇപ്പോൾ ഇതാ 15ാം നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. സഭയിൽ മുൻ നിയമസഭാ അംഗങ്ങൾക്കുള്ള മരണപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്കുള്ള ആദരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കണ്ടിരിക്കുന്നു. അതായത് കോൺഗ്രസിനെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിൽ എത്തിയിരിക്കുന്നത്. നിർഭൻ ചക്രവർത്തി നമ്മളോടൊപ്പം ചേരുകയാണ്. നിർഭൻ, UDF-നെ പൂർണ്ണമായും വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ ഈ സഭയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു നിമിഷം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും സിന്ധൂരി, കോൺഗ്രസിനെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും പൂർണ്ണമായി പ്രതിരോധത്തിലാക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തിയത്. ഇന്ന് KPCCയുടെ നേതൃയോഗം കൂടി തലസ്ഥാനത്ത് നടക്കുകയാണ് ഇന്ദിരാഭവനിൽ. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ദീപാദാസ് മുൻഷി അടക്കമുള്ള AICCയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ തലസ്ഥാനത്തുണ്ട്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനെ കൂടുതൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, ലൈംഗിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഈ നിയമസഭാ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകും. ഭരണപക്ഷം അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമായി എടുക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വി ഡി സതീശനിലേക്ക് ഈ ചോദ്യമുനകൾ സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കരുതെന്ന നിർദ്ദേശം തന്നെയാണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് നൽകിയത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം നിയമസഭയിൽ വരരുത്, ഈ സെഷനിൽ അവധി അപേക്ഷ നൽകി മാറി നിൽക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. പക്ഷേ ഈ നേതാക്കളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് അന്തിമോപചാരം അർപ്പിക്കുന്ന ദിവസമാണ്, മറ്റ് സെക്ഷനുകളൊന്നുമില്ല. പക്ഷേ ഈ ദിവസം തന്നെ രാഹുൽ സഭയിലെത്തി. ഇത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. കാരണം KPCC നേതൃയോഗമടക്കം നടക്കുന്ന തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായി ഇത്തരം വിവാദങ്ങൾ കത്തിപ്പടരാനാണ് സാധ്യത. പ്രതിപക്ഷത്തെ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നീക്കങ്ങൾ മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന ചർച്ചയുടെ ഭാഗമായി അന്തിമോപചാര പ്രമേയത്തിൻ്റെ ഭാഗമായി ചർച്ചയിൽ നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇനി കോൺഗ്രസ് ലീഡർഷിപ്പ് എന്ത് മറുപടി പറയും, ഇക്കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുക, വി ഡി സതീശൻ എന്ത് നിലപാട് ഇനി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സിന്ധൂരി, അതായത് നിർഭൻ, നമുക്കറിയാം ഈ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെതിരെയുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും രാഹുൽ നിയമസഭയിലേക്ക് എത്തുന്നതിന് ഇവർ ഈ വനിതാ നേതാക്കൾ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക, പിന്നീട് അങ്ങോട്ട് സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാഹചര്യം എത്രത്തോളമാണ് എന്ന വിഷയമെല്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായും സിന്ധൂരി, കാരണം സഭയിൽ ഭരണപക്ഷം ഇത് ഉയർത്തിപ്പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ വരുന്നു, ഇരകൾ സംബന്ധിച്ച് കൂടുതൽ പരാതികൾ വരുന്നു. 9ഓളം പരാതികളാണ് AICCക്ക് നേരിട്ട് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ തന്നെ ഉള്ള ഒരു നേതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പരാതി അടക്കം AICC ദീപാദാസ് മുൻഷിക്കും KC വേണുഗോപാലിനൊക്കെ തന്നെ നേരിട്ട് ലഭിച്ചതാണ്. ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കേസ് വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാക്കുക കോൺഗ്രസിനെയാണ്. ഒപ്പം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഈ ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പവർ ഗ്രൂപ്പ്, ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും നേതൃത്വം നൽകുന്ന ഈ പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ ഒരു നേതാവ് തന്നെ ഇത്തരത്തിൽ ലൈംഗിക പീഡന കേസിൽ പ്രതിയാകുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് കേസുണ്ടാകുന്നു, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നു. തുടർന്നാണ് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടല്ല, UDF-ന്റെ പ്രതിനിധിയായിട്ട് സഭയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല, പ്രത്യേക ബ്ലോക്കാണ് അനുഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ വലിയ തരത്തിൽ വിവാദം കത്തിപ്പടരുന്ന ഘട്ടത്തിൽ അതിനെ കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിലേക്കുള്ള വരവ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഇന്ന് KPCC മീറ്റിംഗ് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ചേരുന്നുണ്ട്. അവിടെ നേതാക്കൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുക, എന്ത് മറുപടിയാണ് ജനങ്ങളോട് പറയുക എന്നതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി എന്നതാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള കാര്യമാണ്, ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. മുതിർന്ന നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. പല നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് രാഹുൽ പോകില്ല, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കില്ല എന്ന തരത്തിലുള്ള സന്ദേശമാണ് പലരും പറഞ്ഞത്. പക്ഷേ നിയമസഭയിൽ ഇന്ന് ഈ സെക്ഷൻ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ആ സഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞെട്ടൽ കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം തന്നെ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഒക്കെ തന്നെ ഉണ്ട്. സിന്ദൂരി, നിർഭൻ, ഈ കോൺഗ്രസ് നേതാക്കൾക്കുള്ള ഞെട്ടൽ, അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയം, ഇത്തരത്തിൽ രാഹുൽ ഈ സഭയിലെത്തുമ്പോൾ നമുക്കറിയാം ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു വലിയ ഭാഗമാണ് ഈ നിയമസഭ എന്ന് പറയുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ, ഇത്രയധികം തെളിവുകൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരാൾ ഈ സഭയിലെത്തുമ്പോൾ അത് സഭയോടും ജനങ്ങളോടും കാണിക്കുന്ന ഒരു അനാദരവായിട്ട് തന്നെ വേണ്ടേ നമുക്കതിനെ നോക്കിക്കാണുവാൻ? സ്വാഭാവികമായും ഇക്കാര്യങ്ങളിൽ ജനങ്ങളിൽ ചർച്ച ഉളവാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു വിവാദ പ്രശ്നം, ഇരകൾ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നു. ക്രൈംബ്രാഞ്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നു, മൊഴിയെടുക്കുന്നു. ആദ്യം തന്നെ ഇത് പരസ്യമായി പറഞ്ഞ നടി റിനിയുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിലാണ്, തൊട്ടടുത്ത ദിവസങ്ങളിലാണ് എടുത്തത്. അതിനുശേഷം റിനിയുടെ നേർക്ക് സൈബർ ആക്രമണം ഉണ്ടാകുന്നു, സോഷ്യൽ മീഡിയ വലിയ തരത്തിലുള്ള അവഹേളനം ഉണ്ടാകുന്നു. നേരത്തെ സിന്ദൂർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്കെതിരെ വളരെ മോശം പരാമർശം സൈബർ ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും അനുകൂലിക്കുന്ന സ്ഥിരം സൈബർ ഹാൻഡിലിൽ നിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വി ഡി സതീശനെതിരെ വലിയ തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നു. തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണെന്ന് വി ഡി സതീശൻ തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനൊരു നിയമസഭാ സമ്മേളനത്തിലേക്ക് ഈ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വരികയും അതൊരു വെല്ലുവിളിയായി എത്തി അതിൽ പങ്കെടുത്ത് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് സജീവമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം രാഹുൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലീഡർഷിപ്പിൻ്റെ പലരുടെയും അഭിപ്രായം. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ചർച്ച ഇത് തന്നെയായിരിക്കും. സിന്ദൂരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷം ഇത് ശക്തമായി ഉയർത്തിക്കാട്ടും. അത് ഉയർത്തിക്കാട്ടുന്ന ഓരോ ചോദ്യങ്ങളുടെ കുന്തമുനയും ചെന്ന് പതിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലായിരിക്കും. കാരണം അദ്ദേഹം 3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമാനമായ പരാതികൾ അറിഞ്ഞിരുന്നു, രേഖാമൂലമായ ലഭിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന് പുതിയ പദവികൾ നൽകി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ഒപ്പം തന്നെ ഈ പവർ ഗ്രൂപ്പിന്റെ നേതാവായി എല്ലായിടത്തും വി ഡി സതീശനും ഷാഫി പറമ്പിലിനൊപ്പം റീൽസുകൾ നയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത്തരമൊരു നേതാവിനെ സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളും ഈ ലൈംഗിക പീഡന കേസുമൊക്കെ തന്നെ സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരിക വി ഡി സതീശനാണ്. അതിന്റെ പൂർണ്ണമായ അതിർത്തി വി ഡി സതീശന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് പലതും ഉന്നയിക്കാനുണ്ട്, അത്തരം കാര്യങ്ങളുടെ രാഷ്ട്രീയ ദിശ തെറ്റിപ്പോകും, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തരുത് എന്ന നിർദ്ദേശം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ അത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയിരിക്കുകയാണ്. സിന്ധു, അതെ, വ്യക്തമാണ് നിർഭൻ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ ഹാജരായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വി ഡി സതീശന്റെ നിർദ്ദേശം അവഗണിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിർഭൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്.